സേമിയ കൊണ്ട് നിങ്ങളൊരു ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? തിരുവനന്തപുരം സൈഡിലേക്കൊന്നും സേമിയ കൊണ്ട് അവർ ഉപ്പുമാവ് ഉണ്ടാക്കില്ല, ആകെ പായസം മാത്രമേ വെക്കുകയുള്ളൂ. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വളരെ ഈസിയാണ്. ആദ്യം കുറച്ച് തേങ്ങ ചിരകി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക. പാന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. പിന്നെ ഞാനിവിടെ ക്യാരറ്റും ഉള്ളിയും മുളകുമാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവസാനം മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചതിന് ശേഷം ഇട്ടാലും മതി. ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ റോസ്റ്റഡ് സേമിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോഴേക്ക് അത് ഒന്ന് തിളയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് തുറന്നിട്ട് നമ്മൾ തേങ്ങ ചിരകി വെച്ചത് എടുത്തിടുക. തേങ്ങയൊക്കെ ഓപ്ഷണലാണ്, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇടുന്നതേ ഉള്ളൂ. തേങ്ങ ഇട്ടതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമ്മിലിട്ട് വാങ്ങി വയ്ക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ടാണ് ട്രൈ ചെയ്തത്, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ് കേട്ടോ.